വനവാസത്തിൽ 14 വർഷം ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആ കാടിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളൊരു യുവരാജാവാണ് എന്ന ആ അവസ്ഥയിൽ നിന്ന് ആലോചിക്കൂ. നിങ്ങളൊരു യുവരാജാവാണ്, യുവരാജ്. എന്നിട്ട് നിങ്ങളെ ആ കൊടുങ്കാട്ടിലേക്ക് അയച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ എങ്ങനെയുണ്ട്? നമുക്കിതൊട്ടും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹം അത് അനുഭവിച്ചു, അതും അതുല്യമായ അന്തസ്സോടെ. അദ്ദേഹത്തിന്റെ ആ സമനിലയൊന്നു നോക്കൂ. ഒരിക്കൽ പോലും അദ്ദേഹം പരാതിപ്പെട്ടില്ല. സത്യത്തിൽ ഈ 14 വർഷങ്ങളെ അദ്ദേഹം പരമാവധി പ്രയോജനപ്പെടുത്തി. അക്കാലത്തെ ഏറ്റവും വലിയ ശക്തിക്കെതിരെ, തന്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശക്തിക്കെതിരെ അദ്ദേഹം പോരാടി. ആരായിരുന്നു അദ്ദേഹം? സ്വന്തം രാജ്യത്ത് നിന്ന് പുറത്താക്കപ്പെട്ട ഒരാൾ, ഏതാണ്ടൊരു ശിക്ഷ അനുഭവിക്കുന്ന ഒരാൾ. അദ്ദേഹം പോരാടുന്നത് ദശാനനോടാണ്, രാവണൻ. ദൈവങ്ങളെയും ദേവിമാരെയും പോലും തന്റെ കടവറയിൽ അടച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നവനോട് ആ ദശാനനെ ഏതാണ്ട് വെറും കൈയോടെയാണ് ശ്രീരാമൻ നേരിട്ടത്. അതാണെന്റെ രാമൻ. അദ്ദേഹത്തെ ആരാധിക്കണമെങ്കിൽ ആ വ്യക്തിത്വത്തിന്റെ 1% നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം, അല്ലേ? കുറഞ്ഞത് 1%. 14 വർഷത്തിന്റെ 1% എത്രയാണ്? വേഗം 0.14 വർഷം. എന്നാൽ അതിന്റെ അർത്ഥമെന്താണ്? എത്ര ദിവസങ്ങൾ? ഏകദേശം 50 ദിവസങ്ങൾ. കൃത്യമായി പറഞ്ഞാൽ 51 ദിവസങ്ങൾ. വെറുതെ ആരോ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം നിങ്ങളൊരു 51 ദിവസം കാട്ടിൽ കഴിയുമോ? അതും നിങ്ങളുടെ കിരീടധാരണത്തിന്റെ തലേന്ന്. നിങ്ങൾ സിംഹാസനത്തിലേക്ക് ഉയരാൻ പോവുകയാണ്. അപ്പോഴൊരാൾ വന്നു പറയുന്നു, ഇല്ല, നിങ്ങളെ ആമസോൺ കാടുകളിലേക്ക് അയച്ചിരിക്കുന്നു എന്ന്. 51 ദിവസങ്ങൾ. ഗാഡ്ജറ്റുകളില്ല, ഒന്നുമില്ല. കുറഞ്ഞപക്ഷം ശ്രീരാമചന്ദ്രന്റെ 1% ആകൂ. നിങ്ങളത് പരീക്ഷിച്ചു നോക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ആ ചിന്ത പോലും എത്രത്തോളം അസ്വീകാര്യമാണെന്ന് നിങ്ങളൊന്ന് കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരിയല്ലേ? നമ്മുടെ സുരക്ഷിതത്വ ബോധവും സൗകര്യങ്ങളും ആ ചിന്തയോട് തന്നെ കലഹിക്കും. പക്ഷെ അദ്ദേഹം അത് അനുഭവിച്ചു തീർത്തു, ഏറ്റവും മാനുഷികവും നീതിയുക്തവും കരുണ നിറഞ്ഞതുമായ രീതിയിൽ. ഒരിക്കൽ പോലും ആവലാതിപ്പെടാതെ അദ്ദേഹം അത് ജീവിച്ചു. തന്റെ കാലത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തെ തകർത്തുകൊണ്ടാണ് അദ്ദേഹം ആ 14 വർഷങ്ങൾ അവസാനിപ്പിച്ചത്. അതാണെന്റെ സൂപ്പർ ഹീറോ. എന്നിട്ട് നിങ്ങൾ ദീപാവലിയെ വെറുമൊരു രസഗുളയുടെയും റബഡിയുടെയും
സോൻപാപ്രിയുടെയും കലാകന്ദിന്റെയും ഉത്സവമാക്കി മാറ്റുകയാണോ? രാമചന്ദ്രൻ ഇതൊക്കെ ആസ്വദിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് അദ്ദേഹത്തിന്റെ പേരിൽ നിങ്ങൾ ഇതൊക്കെ ആസ്വദിക്കുന്നത്? കാരണം നമ്മൾ വളരെ നിസ്സാരരും ഇടുങ്ങിയ ചിന്താഗതിക്കാരുമായ മനുഷ്യരാണ്. നമ്മുടെ ഉപഭോഗം എന്ന വൃത്തികെട്ട വാസനയെ തൃപ്തിപ്പെടുത്താൻ വെറുമൊരു കാരണം തിരയുകയാണ് നമ്മൾ. എന്തിൻ്റെയെങ്കിലും പേരിൽ നമുക്ക് വസ്തുക്കൾ വിഴുങ്ങണം. അത്രമാത്രം ദീപാവലി വെറുമൊരു ആഘോഷം മാത്രമായി, ഉപഭോഗത്തിന്റെ ഒരു തള്ളിക്കയറ്റം. അതുകൊണ്ട് അടുത്ത ദീപാവലിക്ക് നമുക്ക് അർഹതയുള്ള ആഘോഷിക്കുന്നവരായി മാറാം. അടുത്ത ദീപാവലിയിൽ നമ്മുടെ അവകാശത്തെ നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ നിങ്ങൾ കാണും, ആ ഉത്സവം നിങ്ങളുടെ ഉള്ളിൽ മറ്റൊരു തലം തന്നെ ഉണർത്തിയിട്ടുണ്ടാകും. അന്ന് ആ രാത്രി സവിശേഷമായ ഒന്നായിരിക്കും.